എന്താണ് ഞാനും ഓളും ഞങ്ങളെ 4 പിള്ളേരും. ഓ എന്താ നീ എന്തേത്ത പറയണേ? അന്റെ ഫുൾ ഫിലിം പോയോ? എടാ ഞാനോളെ കണ്ടടാ. ആര്? ഞാൻ ഇത്രയും നാൾ തെരഞ്ഞെടുത്ത എന്റെ സോൾമേറ്റിനെ. ആടാ ഇതാ ഈ വരുന്ന വഴിക്ക് ഞാൻ ബസ്സിലാ വന്നത്. സീറ്റില്ലാത്തോണ്ട് ഞാൻ നിൽക്കായിരുന്നു. അപ്പൊ അതാ മുന്നിലെ സീറ്റിൽ ഒരു അടിപൊളി കൊച്ചു. ഓളൊന്ന് തിരിഞ്ഞു നോക്കണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പൊ കണ്ടക്ടർ പോയിട്ട് ഓളെ തോണ്ടി വിളിച്ചു. ഓള് തിരിഞ്ഞു. ആ തന്ത അങ്ങനെ ചെയ്ത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഓള് തിരിഞ്ഞോണ്ട് ഞാൻ അങ്ങ് ക്ഷമിച്ചു. എന്റെ മോനെ ഇയൊക്കെ ഒന്ന് കാണണം. അടിപൊളി കൊച്ചു എന്ന് വെച്ചാൽ അടിപൊളി കൊച്ചു. അത് വിചാരിച്ച ആരും അങ്ങോട്ട് അടുക്കണ്ട. പെങ്ങൾ അങ്ങനെ കണ്ടാ മതി. മനസ്സിലായില്ല? ഈ എന്റെ പായാരം പറയാണ്ട് മാക്ക് കാര്യം പറയേ. അതിന്റെ ഇടയിൽ ഓളിനെ നോക്കി. പക്ഷെ ഞാൻ അറിയാത്ത പോലെ നിന്നു. അതിന്റെ ശേഷം ഓളിനെ നോക്കി ചിരിച്ചു. ഞാൻ ഓളെ നോക്കുന്ന ഓൾക്ക് മനസ്സിലായിട്ടാന്ന് തോന്നുന്നുണ്ട്. ഓൾ അടുത്തുള്ള കൂട്ടുകാരനോട് എന്തോന്ന് പറഞ്ഞു. അപ്പോൾ ഓൾ രണ്ടാളും കൂടി എന്നെ നോക്കി ചിരിച്ചു. പിന്നെ ഒരുപാട് വട്ടം ഓളിനെ നോക്കി ചിരിച്ചു. ഞാനും അങ്ങോട്ട് ചിരിച്ചു. അപ്പൊ അവിടെ വെച്ച് ഞാൻ ഉറപ്പിച്ചു, ഈ സുന്ദരി കൊച്ചിനെ വേറെ ആർക്കും വിട്ടുകൊടുക്കൂല. ഞാനും ഓളും ഞങ്ങളുടെ 4 പിള്ളേരും. അതാണ് ഇപ്പൊ എന്റെ സ്വപ്നം. അത്രക്കൊക്കെ വേണോ? എന്റെ സ്വപ്നം നിനക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല, ഓളെ എവിടെയുള്ള നമ്പർ കിട്ടി എനിക്ക്? അതൊന്നും അറിയൂല. എന്നിട്ടാണ് ഈ കത്തി മൊത്തം? അല്ല, ഈ അല്ലേ പറഞ്ഞ നേരത്തെ ഓളെ ബസ് കണ്ടെന്നോ ചുറ്റിന്നൊക്കെ? ഞാനേ ആ സിബ് എടുക്കാളാ. വെറുതെ അല്ലോ ഓളനക്കുള്ള തന്നെയാടാ.